വാർത്തകളിലേക്ക് വിശദമായി. ഇടുക്കിയിൽ കാട്ടാനാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. നേരിമംഗലം കാഞ്ഞിരവേലി സ്വദേശി 65 വയസ്സുള്ള ഇന്ദിരയാണ് കൊല്ലപ്പെട്ടത്. ഇന്ദിരയുടെ കുടുംബത്തിന് സർക്കാർ 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം അനുവദിച്ചു. വന്യജീവി പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഇടുക്കിയിൽ ഈ മാസം 9-ന് സർവകക്ഷി യോഗം ചേരുമെന്ന് വനം മന്ത്രി അറിയിച്ചു. രാവിലെ 9 മണിയോടെ കൃഷിയിടത്തിൽ നിന്നും ഇന്ദ്രയുടെ നിലവിളി കേട്ട നാട്ടുകാർ ഓടിയെത്തുകയായിരുന്നു. പിന്നീട് ഇവിടെ നിന്നും ഇന്ദ്രയെ കോതമംഗലം ആശുപത്രിയിലേക്ക് എത്തിച്ചു. ആശുപത്രിയിൽ എത്തുന്നതിനു മുമ്പ് തന്നെ മരണം സംഭവിച്ചിരുന്നു. ആന ഇവിടെ വന്നത് എവിടെ അത് കഴിഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് കയറിയിട്ട് ആനയ്ക്ക് നേരെ കാട്ടിലേക്ക് പോകേണ്ട കാര്യമുള്ളൂ. എവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ ആന ചേച്ചിനെ കണ്ടു. അവിടെ നിന്ന് 2 കൊലവിളി വിളിച്ചിട്ട് ആന ചാടി വന്നു. ഈ ചേച്ചിനെ തുമ്പിക്കൈക്കാണോ കൊമ്പിനാണോ അടിച്ചതെന്ന് അറിയാമല്ല, ഈ തലയ്ക്ക് അടിയുണ്ടായിരുന്നു. കൈ വട്ടൊടിഞ്ഞു. കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ദിരയുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകും. 5 ലക്ഷം രൂപ ഇന്ന് തന്നെ കൈമാറുമെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. കുടുംബത്തിനുടൻ തന്നെ അവർക്ക് ആവശ്യമായ നഷ്ടപരിഹാരം 10 ലക്ഷം രൂപ നൽകും. അതിൽ ഇന്ന് തന്നെ 5 ലക്ഷം രൂപ കുടുംബത്തിന് കൈമാറും എന്നും കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ ആവശ്യമായിട്ടുള്ള CCTV ക്യാമറകൾ സ്ഥാപിക്കുന്നതിനും ഒരു പ്രത്യേക ടീമിനെ തന്നെ ആ മേഖലയിൽ ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയും നിയോഗിച്ചിട്ടുണ്ട്. വന്യജീവി പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഇടുക്കിയിൽ ഈ മാസം 9-ന് യോഗം ചേരുമെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. അതേസമയം സംഭവം നടന്ന് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും വനവകുപ്പ് അധികൃതർ സ്ഥലത്തെത്താത്തതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. BJP പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നേരിമംഗലം റേഞ്ച് ഓഫീസ് ഉപരോധിച്ചു. കഴിഞ്ഞ 2 മാസത്തിനിടയിൽ ഇടുക്കിയിൽ കൊല്ലപ്പെടുന്ന 5ാമത്തെ ആളാണ് ഇന്ദിര. കഴിഞ്ഞ 2 മാസത്തിനിടെ ഇടുക്കി ജില്ലയിൽ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 5 പേർ. ജില്ലയിൽ വനംവകുപ്പിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നു വന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ കൃഷിയിടത്തിൽ ജോലി ചെയ്യുന്ന ഇന്ദിര ചേച്ചിയും കാട്ടാനാക്രമണത്തിൽ മരണപ്പെട്ടത്. വ്യാപക പ്രതിഷേധമാണ് നാട്ടുകാരിൽ നിന്ന് ഉയർന്നു വരുന്നത്. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.